ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കണ്ടോ, സ്കൂളിൽ നിന്നും വന്നതും നല്ല ചൂട് പഴംപൊരി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഒരാൾ. കിട്ടിയ പാടെ ഇതും കൊണ്ട് ഓടി. പഴംപൊരി ഉണ്ടാക്കാനായി ഞാൻ കുറച്ച് ഗോതമ്പ് മാവും അരിപ്പൊടിയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ദോശമാവും ഇതെല്ലാം കൂട്ടിയതാ മിക്സ് ചെയ്ത് ഈ പരുവത്തിലാക്കി. പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നല്ല തിളച്ച എണ്ണയിൽ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഈ ബാറ്ററിയിൽ മുക്കിയിട്ട് എണ്ണയിലോട്ടിടുക. നമ്മുടെ ചൂടുള്ള പഴംപൊരി റെഡി. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മോൻ ഹാപ്പിയാണ് കേട്ടോ. ബേക്കറി ഫുഡ് കൂടുതലും ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്നും ഇതുപോലെ അവൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. നല്ല മഴയത്ത് നല്ല ചൂടുള്ള പഴംപൊരിയും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കുടിച്ചിരിക്കാൻ എന്ത് രസമല്ലേ. പക്ഷേ ഇന്ന് മഴയില്ല കേട്ടോ. അപ്പം നമ്മുടെ ചൂട് പഴംപൊരിയും കൊണ്ട് ആശാന്ത ഇവിടെ ഊഞ്ഞാലിരിപ്പുണ്ട് കേട്ടോ. അവനത് നന്നായി ഇഷ്ടമായി. അപ്പോഴാണ് നമ്മുടെ ഊഞ്ഞാലിനടുത്ത് നന്ദ്യാർവട്ടത്തിൻ്റെ ഒരു ചെടി കണ്ടത്. അതിൽ നിറച്ചും പൂക്കളാണ് കേട്ടോ. നന്ദ്യാർവട്ടം വീട്ടുമുറ്റത്ത് വളർത്താൻ പറ്റിയ ഒരു അലങ്കാര ചെടിയാണ് കേട്ടോ. ഈ ചെടിയുടെ മുട്ട് കനം കുറഞ്ഞ തുണിയിൽ കിഴികെട്ടി മുലപ്പാലിൽ മുക്കി പിഴിഞ്ഞൊഴിച്ചാൽ ചെങ്കണ്ണ് തുടങ്ങിയ രോഗങ്ങൾ ശമിക്കും. കണ്ണിലെ ചുവപ്പും നീറ്റലും മാത്രമല്ല, ത്വക്ക് രോഗങ്ങൾക്കും സുഖപ്പെടുത്തുന്നതിനും നന്ദ്യാർവട്ടത്തിൻ്റെ പൂക്കളുടെ നീര് ഫലപ്രദമാണ്. നന്ദ്യാർവട്ടത്തിന് താഴെ കുറച്ച് മുല്ലച്ചെടികൾ കൂടി ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നിങ്ങളുടെ വിശേഷങ്ങളും മറ്റുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.